Public health surveillance is the ongoing systematic collection, analysis and interpretation of health-related data essential for planning, implementation and evaluation of public health practice. ഏതെങ്കിലും ഒരു രോഗത്തെക്കുറിച്ചുള്ള വസ്തുതകൾ നമ്മൾ ശേഖരിക്കുകയും അതിനെ കൃത്യമായ രീതിയിൽ അപഗ്രഥിക്കുകയും അവയിൽ നിന്നൊക്കെ നിഗമനത്തിലെത്തുകയും അത് വളരെ അർത്ഥവത്തായ നിഗമനങ്ങൾ ആയിരിക്കണം. അത് ഉപയോഗിച്ചുകൊണ്ട് ഈ രോഗനിയന്ത്രണത്തിന് വേണ്ട പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടെ സർവൈലൻസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അത് ശരിയാവണ്ണമല്ലെങ്കിൽ ഒന്നുകിൽ വസ്തുതകൾ നമ്മൾ ശേഖരിക്കുന്നതിൽ പഴവുകളായിരിക്കാം, അതല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എത്തുന്ന നിഗമനങ്ങൾ തെറ്റാവാം, അതുമല്ലെങ്കിൽ ആ നിഗമനങ്ങൾ നമ്മൾ ഉപയോഗിക്കാതെ പോകുന്നു. നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഫലവത്തായ രീതിയിൽ അത് ഉപയോഗിക്കാതെ പോകുമ്പോഴും എന്താണോ ഈ സർവൈലൻസ് എന്ന ഒരു രീതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ അവിടെ പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഒരു നാട്ടിൽ ഒരു രോഗം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ആ രോഗം അത് തന്നെയോ എന്നുള്ള നിർണയം അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്നു. ആ രോഗനിർണയത്തിനും അതിൻ്റെ സ്ഥിരീകരണത്തിനും നമ്മൾ ആദ്യകാലങ്ങളിൽ ആ രോഗം കണ്ടും അനുഭവം ഉള്ള വിദഗ്ധരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ടാണ് രോഗനിർണയം നടത്തിയിരുന്നത്. ആ കാലത്ത് ലാബറട്ടറി പരിശോധനകളും ഉപയോഗിച്ചിരുന്നു. തുടർന്നിങ്ങോട്ട് സാങ്കേതിക വികാസം ഉണ്ടായപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ രോഗനിർണയത്തിന് ലാബറട്ടറി പരിശോധനകൾ വളരെ ഫലവത്തായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ചിലപ്പോഴെങ്കിലും ഈ ലാബറട്ടറി പരിശോധനകളുടെ പരിമിതികൾ കണക്കിലെടുക്കാതെ അതിൻ്റെ നിഗമനങ്ങളെ നമ്മൾ അവസാന വാക്കായി ഉപയോഗിക്കുന്ന ഒരു രീതി അത് ചിലപ്പോഴെങ്കിലും അത് തെറ്റാവാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോഴെങ്കിലും ചില രോഗങ്ങളുടെ കാര്യത്തിൽ രോഗനിർണയത്തിന് ഡോക്ടർമാരും അവരുടെ ടീമും പറയുന്ന വാക്കിന് പ്രാധാന്യം കൊടുക്കാതെ ലാബറട്ടറി പരിശോധനകളാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നുള്ള രീതി വരുന്നുണ്ട്. അപ്പം അത് അഭികാമ്യമോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. സത്യത്തിൽ ഈ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾക്ക് കൂടുതൽ വില കൽപ്പിക്കേണ്ടുന്ന ചില രോഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ലാബറട്ടറി പരിശോധനകൾ അവസാന വാക്കായി എടുക്കാവുന്ന ചില ലാബറട്ടറി പരിശോധനകളുണ്ട്. അപ്പം ഇതിൻ്റെ ശരിയായ ബാലൻസ്ഡ് ആയിട്ടുള്ള ശരിയായ രീതിയിൽ വേണം ഇത്തരത്തിലുള്ള ഒരു നിഗമനങ്ങൾ. കാരണം നമ്മൾ നിയന്ത്രണ നടപടികൾ എടുക്കുന്നത് ഈ ഫൈനൽ വേർഡിനെ, ഈ അവസാനത്തെ ഒരു വാക്കിനെ, കൺഫർമേഷനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നുള്ളതുകൊണ്ട് ചിലപ്പോഴെങ്കിലും നമ്മൾ ചിലതിനെ ലാഘവ ബുദ്ധിയോടെ കാണാനും അതിനെ നമ്മൾ തിരസ്കരിക്കാനും ആ സാധ്യത തള്ളിക്കളയാനും സാധ്യതയുണ്ട് ഈ രീതി തെറ്റുമ്പോൾ. ക്ലിനിക്കൽ എക്സാമിനേഷൻ്റെ ശക്തിയും ദൗർബല്യവും നമ്മൾ ഇത്രയും കാലം ഈ ക്ലിനിക്കൽ എക്സാമിനേഷൻ തന്നെയായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. അതിൻ്റെ ദൗർബല്യം എന്താണ്, ശക്തി എന്താണ്? ഒരു ബിഷഗ്വരൻ്റെയോ അല്ലെ ബിഷഗ്വരൻ്റെ ടീമിലുള്ളയോ ഒരു രീതിയിലുള്ള ഒരു അറിവും അനുഭവവും ഉപയോഗിച്ചുകൊണ്ട് സമാന അസുഖങ്ങളെക്കുറിച്ച് അതുപോലെ തന്നെ ഇതര സാധ്യതകളെക്കുറിച്ചൊക്കെ കണക്കിലെടുത്ത് അവസാനം ഉണ്ടാക്കുന്ന നിഗമനത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അതേസമയം തന്നെ അത്രയും അറിവും അനുഭവവും ഇല്ലാത്ത ഒരാൾ വളരെ ലാഘവ ബുദ്ധിയോടെ ഇതിനെ സമീപിച്ചുകൊണ്ട് ഒരു നിഗമനം നടത്തുകയാണെങ്കിൽ അത് തെറ്റാവാനുള്ള സാധ്യതയുണ്ട്. ചില രോഗങ്ങളുടെ കാര്യത്തിലെങ്കിലും ഇത്തരത്തിലുള്ള നിഗമനങ്ങൾ നമ്മുടെ ആരാണ്, ഏത് ടീമാണ്, ഏത് സാഹചര്യത്തിലാണ് എല്ലാം കണക്കിലെടുത്തിട്ടാവുമ്പോൾ ഈ ക്ലിനിക്കൽ എക്സാമിനേഷന് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടി വരും, പ്രത്യേകിച്ചും ചില രോഗങ്ങളുടെ കാര്യത്തിൽ. എന്താണ് ലാബ് പരിശോധനകളുടെ ശക്തിയും ദൗർബല്യവും അല്ലെങ്കിൽ ലാബ് പരിശോധനയുടെ പരിമിതികളുണ്ടാണ്? അവിടെ നമ്മൾ രണ്ട് പ്രധാന വാക്കുകൾ അറിയണം. ലാബ് പരിശോധനയുടെ സെൻസിറ്റിവിറ്റി, ലാബ് പരിശോധനയുടെ സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത്. സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ 100 ആളുകൾക്ക് ടൈഫോയിഡ് രോഗമുണ്ട്. ഈ പരിശോധന ചെയ്യുമ്പോൾ
70% ആളുകളിൽ മാത്രമേ ഈ ടെസ്റ്റ് പോസിറ്റീവായിട്ട് കിട്ടുന്നുള്ളൂ. 30% ആളുകളിൽ അത് നെഗറ്റീവായിട്ട് വരുന്നു. അതായത് യഥാർത്ഥത്തിൽ ടൈഫോയിഡുള്ള 30 ആളുകളെ ഈ പരിശോധന മിസ് ചെയ്യുന്നു. ഫോൾസ് നെഗറ്റീവ് എന്ന് പറയും. അപ്പോൾ സെൻസിറ്റിവിറ്റി കുറഞ്ഞ ഒരു പരിശോധന എടുക്കുമ്പോൾ കുറേ ആളുകൾ രോഗമുള്ളവരെ രോഗമില്ല എന്ന് നമ്മൾ നിർണ്ണയിക്കുന്നു. അതായത് സെൻസിറ്റിവിറ്റി കുറവുള്ള ഒരു ലാബ് പരിശോധന ചിലപ്പോൾ രോഗത്തെ തിരിച്ചറിയാതെ പോകുന്നു. സ്പെസിഫിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 100 ആളുകൾ ടൈഫോയിഡ് ടെസ്റ്റ് ചെയ്തു പോസിറ്റീവ് ആണെങ്കിൽ അവരിൽ 100 ആൾക്കും ടൈഫോയിഡ് ആണെന്ന് ഉറപ്പിച്ച് പറയാം. അതിൽ 10 ആൾക്കാർക്ക് മറ്റേതെങ്കിലും ഒരു രോഗമാണ്, അത് ടൈഫോയിഡ് ടെസ്റ്റ് പോസിറ്റീവായി എന്ന് വരില്ല. അതാണ് 100% സ്പെസിഫിക് എന്ന് പറയുന്നത്. സ്പെസിഫിസിറ്റി കുറയുമ്പോൾ മറ്റേതെങ്കിലും ഒരു രോഗം ഇതാണോ എന്ന് സംശയിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ലാബ് പരിശോധന 100% സെൻസിറ്റീവും 100% സ്പെസിഫിക്കും ആവുകയാണ് വേണ്ടത്. നമ്മൾ യഥാർത്ഥത്തിൽ രോഗമുള്ള എല്ലാവരെയും കണ്ടെത്തണം. അതുപോലെ തന്നെ ഈ രോഗം മറ്റൊരു രോഗവുമായിട്ട് തെറ്റിദ്ധരിക്കാനും പാടില്ല. ചുരുക്കി പറഞ്ഞാൽ ഇന്ന രോഗം തന്നെ എന്ന് പറയാൻ 100% സ്പെസിഫിസിറ്റി ഉള്ള ടെസ്റ്റ് ആവണം. ഇന്ന രോഗമല്ല എന്ന് പറയണമെങ്കിൽ ആ പരിശോധന 100% സെൻസിറ്റീവ് ആയിരിക്കണം. ഒരു ഉദാഹരണം നോക്കാം. 99% സ്പെസിഫിസിറ്റിയും 70% സെൻസിറ്റിവിറ്റിയുമുള്ള ഒരു പരിശോധനക്ക് അത് ആ ടെസ്റ്റ് നെഗറ്റീവായി വന്നാൽ ആ രോഗമല്ല എന്ന് പറയാനാവില്ല. അതേസമയം ആ ടെസ്റ്റ് പോസിറ്റീവായി വന്നാലോ ആ രോഗം തന്നെയാണ് എന്ന് പറയാം. അപ്പോൾ ഇതൊരു പ്രധാന കാര്യമാണ്. സെൻസിറ്റീവ് കുറഞ്ഞ ഒരു പരിശോധന കൊണ്ട് ഇന്ന രോഗമല്ല എന്ന് പറയാൻ ആവില്ല. ഏതെങ്കിലും ഒരു രോഗമല്ല എന്ന് പറയുന്നിടത്ത് നമ്മൾ അതിൻ്റെ സെൻസിറ്റിവിറ്റി കണക്കിലെടുക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ടെറ്റനസ്, റാബീസ് എന്ന് പറഞ്ഞ അസുഖങ്ങളൊക്കെ ക്ലിനിക്കൽ എക്സാമിനേഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാവണം നമ്മൾ ഈ ഫൈനൽ ഡയഗ്നോസിസ് വരുത്താൻ. അത്തരം കേസുകളിൽ എപ്പിഡമിയോളജിക്കൽ ഫാക്ടേഴ്സ്, ഈ ക്ലിനിക്കൽ എക്സാമിനേഷൻ്റെ നിഗമനങ്ങൾ എന്നിവക്കൊക്കെ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടേ ഈ രോഗമല്ലെന്ന് പറയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ചും നെഗറ്റീവ് ആയി സെൻസിറ്റിവിറ്റി കുറഞ്ഞ പരിശോധനകൾ ആവുമ്പോൾ. എന്താണ് പൊതുജനാരോഗ്യ മേഖലയിൽ ഇതിൻ്റെ പ്രാധാന്യം? സസ്പെക്റ്റഡ് എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന സാഹചര്യത്തിൽ പലപ്പോഴും അതിനെ അവഗണിക്കപ്പെട്ടു പോകുന്നു. അതേസമയം സസ്പെക്റ്റഡ് കേസുകൾ അതല്ലെങ്കിൽ ഈവൻ കേസ് റിപ്പോർട്ടുകളാണെങ്കിലും ഊഹാപോഹങ്ങളാണെങ്കിൽ പോലും ചില രോഗങ്ങളെക്കുറിച്ച് അതിന് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. അതേസമയം ലാബ് പരിശോധന നെഗറ്റീവാണ്, അത് സസ്പെക്റ്റഡായി കാറ്റഗറൈസ് ചെയ്യുകയും അതിനങ്ങനെ തന്നെ അവഗണിക്കപ്പെട്ടു പോവുകയും സാധ്യതയുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പരിമിതികൾ കണക്കിലെടുക്കാതെ നമ്മൾ ലാബ് പരിശോധനകൾക്ക് അമിത പ്രാധാന്യം കൊടുത്തുകൂടാ. പ്രത്യേകിച്ചും ഇന്ന് രോഗം അല്ല എന്ന് പറയാൻ. ഇനി റാബീസിൻ്റെ കാര്യത്തേക്ക് വരാം. എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യം IDSP കണക്കിലെടുത്തു. ഇത് 31 ആഗസ്റ്റ് റിപ്പോർട്ടാണ്. നമ്മൾ ഈ രീതിയിൽ തന്നെ ക്ലിനിക്കൽ എക്സാമിനേഷനും കൂടി കണക്കിലെടുത്തുകൊണ്ട് നമ്മളിപ്പം ഈ അടുത്ത് വന്ന മരണങ്ങളും കൂടി അതിൻ്റെ കാരണം വെച്ച് 20 എണ്ണമായിട്ട് തന്നെ കണക്കിലെടുത്തിട്ടുണ്ട്. ഇത്തരം ഒരു രീതിയാണ് അഭികാമ്യം. ഇത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, വരും നാളുകളിലും നമ്മൾ ചിലയിടങ്ങളിലെങ്കിലും ലാബ് പരിശോധനകൾ പരിമിതികൾ കണക്കിലെടുത്തുകൊണ്ടും ക്ലിനിക്കൽ എക്സാമിനേഷൻ്റെ വിശ്വാസ്യത കണക്കിലെടുത്തുകൊണ്ടുമായിരിക്കണം നിഗമനങ്ങൾ എടുക്കേണ്ടത്. പ്രത്യേകിച്ചും രോഗ നിയന്ത്രണത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുമ്പോട്ടേക്ക് പോകേണ്ട അവസരങ്ങളിൽ.